നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ കം റിട്ടയർമെന്റ്. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഓരോ ഏരിയ ആയിട്ട് എടുക്കുന്ന അത് ഞങ്ങൾക്ക് പ്രോബ്ലം തരുന്നത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ 100% കംഫർട്ടബിൾ ആക്കുന്നു. മക്കളെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു വട്ടം ചെയ്തിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ചെയ്തിട്ട് ഫസ്റ്റ് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ അത് 2 വട്ടം 3 വട്ടം ചെയ്ത പ്രശ്നമൊന്നുമില്ല. ആഫ്റ്റർ ഓൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറൊന്നുമല്ല. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, ബട്ട് ഞാൻ ചെയ്തു തരും. വെയിറ്റ്. ഓക്കെ, ഞാൻ ചെയ്തു തരും. അതൊന്നും ഒരു വലിയ ഡീലല്ല. ആരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ ക്വസ്റ്റ്യൻ നമ്പർ 2 കുറിച്ചിട്ട്. ഓക്കെ, പിന്നെ ഇന്നലെ കുറെ മെസ്സേജ് കുറവാണ് വന്നത്, കാരണം ഞായറാഴ്ച ആയിട്ട് എൻജോയ് ചെയ്തോന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറെ എണ്ണം എൻജോയ് ചെയ്തോ പറഞ്ഞില്ലേ, പഠിച്ചതിന് ശേഷം, ഞാൻ എടുത്ത ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം. എന്തായാലും നമ്മള് മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അഥവാ ഇത്ര നാൾ നമ്മൾ ഉഴപ്പുന്നുണ്ടെങ്കിൽ മൺഡേ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് നല്ലൊരു ദിവസം എന്നുള്ള രീതിയിൽ. എല്ലാ ദിവസവും നല്ല ദിവസമാണ്, അങ്ങനത്തെ ഒന്നും ഒരു ഇതില്ല, കൺസെപ്റ്റ് ഇല്ല. നിങ്ങൾ എന്താ ചെയ്താൽ മതി എന്ന് വെച്ചാല് ജസ്റ്റ് ഇനി മുതലേക്ക് കറക്റ്റ് വൃത്തിക്ക് പഠിക്ക്. ഡെയിലി ഞാൻ പറഞ്ഞ പോലെ ഒരു 8 hours എഫക്റ്റീവായിട്ട് പഠിക്കണം. 2 hours ഈച്ച് ഫോർ സബ്ജക്ട്. ഓക്കെ, ക്ലാസ്സിൽ ഇരിക്കുന്നതിന് പുറമെ മാക്സിമം ഒരു 6 to 8 ഇരിക്കാൻ നോക്ക്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഇത്രയും മതി. വൃത്തിക്ക് ഇരുന്നാൽ തന്നെ പഠിക്കും. 12 മണിക്കൂർ ചില പാസ്സാവും, അങ്ങനൊന്നും ഞാൻ പറയുകയില്ല. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അഡ്മിഷൻ കം റിട്ടയർമെന്റ്. അഡ്മിഷൻ കം റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്തിട്ട് പോകുന്നു, വേറൊരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ചില ആൾക്കാർക്ക് ഇത് രണ്ടിലും ഒന്നിച്ച് കാണും, വലിയ പേടിയാണ്. പക്ഷെ നമ്മളെ പിള്ളേർ എന്തായാലും ഈസിയായിട്ട് ചെയ്യും. അതിനുള്ള ബേസാണ് ഞാൻ കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കല്ല. ABC. ഓക്കെ, ഓൾഡ് പാർട്ട്നേഴ്സ്. സി റിട്ടയർ ചെയ്തു, സിക്ക് പകരമായിട്ട് ഡീനെ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് സിറ്റുവേഷൻ വരാം. ഇങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ നിങ്ങൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കുമ്പം നിങ്ങൾക്ക് കിട്ടാത്ത നെഗറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ അത് നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ അത് നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗെയിനിങ് റേഷ്യോ ആണ്. ഓക്കെ മക്കളെ, മനസ്സിലാക്കണേ. നിങ്ങൾ പഠിച്ചു ഒരു അഡ്മിഷനിൽ ഒരു പാർട്ട്ണർ, അഡ്മിറ്റിംഗ് പാർട്ട്ണറിന് ജനറലി ഗെയിനാണ് ഉണ്ടാവുക. അയാൾ എന്തുകൊണ്ട് വരും? അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരും, അതേപോലെ ഗുഡ് വില്ലും കൊണ്ടുവരും. ഓക്കെ, അതേപോലെ റിട്ടയർ ചെയ്യുമ്പം ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ കൊടുക്കും, അതേപോലെ ഗുഡ് വില്ലും കൊടുക്കും. ഓക്കെ, അതന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാം. അതായത് അഡ്മിഷൻ കം റിട്ടയർമെന്റ് ആണെങ്കിൽ അഡ്മിറ്റിംഗ് പാർട്ട്ണർ എന്ത് ചെയ്യും? ക്യാപിറ്റൽ കൊണ്ടുവരും. ജേർണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു അഡ്മിറ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി സി റിട്ടയർ ആയിട്ട് പോകുന്നുണ്ടെങ്കിലോ സീനെ ഒന്നെങ്കിൽ എന്ത് ചെയ്യും? സെറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്താ ജേർണൽ എൻട്രി? സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ഓർ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഇനെന്താ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട മക്കളെ? എന്താന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ, ഗുഡ് വില്ലെ ജേർണൽ എൻട്രി പാസ് ചെയ്യണം മക്കളെ. ഗുഡ് വില്ലെ ജേർണൽ എൻട്രി ഇനി ക്യാഷ് കൊണ്ടുവരും, ഗുഡ് വില്ല് കൊണ്ടുവരും, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മുടെ ജേർണൽ എൻട്രി എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയേ ഉള്ളൂ. സർ റീവാലുവേഷൻ. റീവാലുവേഷൻ നിങ്ങൾ ഉണ്ടായിക്കോ. ആർക്കാ കൊടുക്കുക? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഓൾഡ് പാർട്ട്നേഴ്സ് ആരുടെ? ABC. സർ ജനറൽ സർ ഓൾഡ് പാർട്ട്നേഴ്സിന്. ആരുടെ ഓൾഡ് പാർട്ട്നേഴ്സ്? ABC. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രീറ്റ്മെന്റ്, പെർച്ചേസ്ഡ് ഗുഡ് വില്ലെ ട്രീറ്റ്മെന്റ്, എല്ലാത്തിന്റെയും ട്രീറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചു. ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ നമ്മളോട് വരെ എന്നിട്ട് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളോട് എന്താ പറയുക? ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്. ജനറലി ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ വരാം. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം തരും. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം തരും. ഫോർ എക്സാമ്പിൾ
5 lakhs തന്നിട്ട് പറയും 5 lakhs വാട്ട് എവർ മേ ബി 5 lakhs തന്നിട്ട് പറയും അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. അന്നേരം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ എന്ന് വെച്ചാൽ എ ബി ഡി, കാരണം സി പോയല്ലോ. എന്റെ റേഷ്യോ എത്രയാണ് എ കൊണ്ടുവരണം, ബിന്റെ റേഷ്യോ എത്രയാണ് ബി കൊണ്ടുവരണം, ഡിന്റെ റേഷ്യോ എത്രയാണ് ഡി കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ അഡ്മിഷൻ കം റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അഡ്മിഷൻ കം റിട്ടയർമെന്റ് അങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ അഡ്മിഷനും ഉണ്ട് റിട്ടയർമെന്റും ഉണ്ട്, ടഫ് അങ്ങനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ മക്കളെ? അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയണം. ക്യാപിറ്റൽ അക്കൗണ്ട് എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല, ഇവിടെ ഗുഡ്വില്ലിന്റെ എക്സാമ്പിൾ ഞാൻ പറയുന്നുള്ളൂ. അത് ചെറിയ ഒരു ഡൗട്ട് വരും. ഫോർ എക്സാമ്പിൾ എ ബി സി എന്ന് പറയുന്നത് 3:2:1 ഡി എന്ന് പറയുന്ന ആളാ നമ്മള് 2/6 ഷെയറിന് കൊണ്ടുവന്നതിനാൽ, ഓക്കെ 2/6 ഷെയറിന് കൊണ്ടുവന്നതിനാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. അതായത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സിന്റെ സാക്രിഫൈസിങ് റേഷ്യോ ആണ്. കാരണം സി റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറാണ്. സിന്റെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 1/6 ആണ്. ഓക്കെ, സിന്റെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാ 1/6. കാരണം സി പോയെന്ന്, സിക്ക് തന്നെ 1/6 ഷെയർ അതിന് മുതൽ കിട്ടൂല. നമുക്ക് ഡിന്റെ ഷെയർ 2/6 എന്ന് വേണ്ട. ഫോർ എക്സാമ്പിൾ A:B:D എന്ന് പറയുന്ന റേഷ്യോ 5:3:2 ആണ്. ഓക്കെ, നമുക്ക് തന്നെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം സാക്രിഫൈസ് ആണോ ഗെയിൻ ആണോ എന്ന്. എനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എന്തായിരിക്കും ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3/6 മൈനസ് 5/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 LCM എടുക്കും 10 into 3 മൈനസ് 5 into 6. ഓക്കെ, അതായത് 30 മൈനസ് 30 ഡിവൈഡ് ബൈ 60, അതായത് 0. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ സി എക്ക് നഷ്ടമില്ല ലാഭമില്ല, കോയിൻസിഡൻസ് മാത്രം മക്കൾ, വേറൊന്നുമല്ല. ബി സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു 2/6 മൈനസ് 3/10. ഓക്കെ, that is equal to 60 10 into 2 minus 6 into 3, that is 20 minus 18 എന്ന് പറയുമ്പോൾ 2/60. അത്രയാണ് 2/60. ഇനി സീനെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി ഡീന്റെ എന്താണ്, ഡീന്റെ ഗെയിനിങ് റേഷ്യോ വരാം. കാരണം ഡി പുതിയ പാർട്ട്ണറാണ്, അയാൾക്ക് സാക്രിഫൈസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഡീന്റെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 2/10 അയാളെ ഗെയിൻ 2/10. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, രണ്ടാൾക്ക് ഗെയിനിങ് റേഷ്യോ, രണ്ടാൾക്ക് സാക്രിഫൈസും ഒരാൾക്ക് ഗെയിനും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ഡിനോമിനേറ്റർ സെയിമിലേക്ക് വരുത്തിക്കാം. സി സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു 1/6 ആണ് നിങ്ങൾക്ക് കിട്ടിയ. അതെന്ത് ചെയ്യുക, 10 മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/60. ഓക്കെ, അതേപോലെ ഡിന്റെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 2/10 into 6 മൾട്ടിപ്ലൈ ചെയ്താൽ 60ലേക്ക് എത്തും. അതുകൊണ്ട് 12/60. നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ എല്ലാവരും എന്തായി, 60 ഡിനോമിനേറ്റർ സെയിം ആയി. നിങ്ങൾ നോക്കിയാൽ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 2:10 ആണ്. 2:10. ആരാ ഇവിടെ ഗെയിനിങ് പാർട്ട്ണർ ഒരാൾ മാത്രം, അത് ഡി 12. ടാലി ആയില്ലേ? 2 + 10 = 12. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ ഞാൻ ചെയ്തത്? മക്കളെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾഡ് റേഷ്യോ അറിയാം, ന്യൂ റേഷ്യോ അറിയാം. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ, അതായത് ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ വെച്ചിട്ട് സാക്രിഫൈസിങ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാം. ഞാൻ ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ പണ്ട് പഠിച്ച പോലെ അഡ്മിറ്റിംഗ് പാർട്ട്ണർ, ഗെയിനിങ് പാർട്ട്ണർ, റിട്ടയറിംഗ് പാർട്ട്ണർ, സാക്രിഫൈസിംഗ് പാർട്ട്ണർ അങ്ങനെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഗെയിനിങ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ജനറലി അഡ്മിറ്റിംഗ് പാർട്ട്ണറാണ്. പക്ഷെ അത് മാത്രമല്ല, ചിലപ്പോൾ ഓൾറെഡി ഉള്ള പാർട്ട്ണറും ഉണ്ടാവാം ഗെയിനിങ് പാർട്ട്ണർ ആവാം. ഞാൻ എക്സാമ്പിൾ തന്നെ ചെയ്തു തന്നിട്ടുണ്ട് അന്ന്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുക. മാക്സിമം എല്ലാവരും ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോന്റെ ഡിനോമിനേറ്റർ സെയിം ആവണം. ഞാനിവിടെ സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അതായത്
10 മൾട്ടിപ്ലൈ ചെയ്ത് 6 മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സാക്രിഫൈസിങ് റേഷ്യോ എന്തായിട്ട് കിട്ടിയത് 2:10 ആയിട്ട് കിട്ടിയത്. അതായത് 1:5 ആയിട്ട് കിട്ടിയത്. ഈ എന്തിനാ ഇത് കണ്ടുപിടിച്ചത്? അതായത് ഇവിടെ എ എന്ന് പറയുന്ന പാർട്ണറിന് ഗെയിൻ ഇല്ല, സാക്രിഫൈസും ഇല്ല. അതുകൊണ്ട് അയാൾ കൊണ്ടുവരികയും വേണ്ട, അയാൾക്ക് കൊടുക്കുകയും വേണ്ട ഗുഡ് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബി എന്ന് പറയുന്ന ഒരാൾക്ക് എന്തുണ്ട്? ബി എന്ന് പറയുന്ന ഒരാൾക്ക് ഗെയിൻ ഉണ്ട്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം? ഗുഡ് കൊണ്ടുവരണം, എന്നിട്ട് കൊടുക്കണം. ഓക്കെ. അതേപോലെ സി എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ എന്തുണ്ട്? സാക്രിഫൈസ് ഉണ്ട്, അയാൾക്ക് നമ്മൾ ഗുഡ് കൊടുക്കണം. ഓക്കെ, സോറി, ബി എന്ന് പറയുന്ന ആൾക്കും സാക്രിഫൈസ് ആണ്. ബി എന്ന് പറയുന്നവർക്കും നമ്മൾ കൊടുക്കണം, സി എന്ന് പറയുന്നവർക്കും കൊടുക്കണം. ഡി എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഇവിടെ ഗെയിൻ ചെയ്യുന്നുള്ളൂ. എപ്പോൾ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ 2 പാർട്ണർ ഗെയിനിങ്, 2 പാർട്ണർ സാക്രിഫൈസിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ ഗെയിനിങ്, ഏതെങ്കിലും 2 പാർട്ണർ സാക്രിഫൈസിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ സാക്രിഫൈസിങ്, 2 പാർട്ണർ ഗെയിനിങ്, ഇങ്ങനെ വരാം. വാട്ട് എവർ, നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്, നമ്മൾ അത് അപ്ലൈ ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. അത് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും? ഒരു സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. ഇവിടെ കിട്ടിയത് 1:5 ആണ്, അല്ലെങ്കിൽ 2:10 ആണ് കിട്ടിയത്. ആ 2:10 റേഷ്യോയിലെ നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടത്തെ ഈ എക്സാമ്പിളിലെ ജേർണൽ എൻട്രി D's capital account debtor to A's capital account to B's capital account. ഇനി ബൈ ചാൻസ് സി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ജേർണൽ എൻട്രി മാറി, ഡി പുതിയ പാർട്ണറല്ല, ചിലപ്പം കൊണ്ടുവരും കൊണ്ടുവരുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. പറയുന്ന മനസ്സിലാകുന്നുണ്ട് മക്കളെ? ക്യാഷ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ക്യാഷ് ഡെബിറ്റ് ചെയ്യാം, ക്യാഷ് കൊണ്ടുവരുന്നില്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യാം. ക്യാഷ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയും, പേടിക്കണ്ട. ഇത്രയേ ഉള്ളൂ അഡ്മിഷൻ കം റിട്ടയർമെന്റ്. ബാക്കി ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങൾ എന്താണോ റിട്ടയർമെന്റിൽ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അഡ്മിഷനിൽ ചെയ്ത്, അതന്നെ ചെയ്താൽ മതി. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഇത്ര എന്ന് പറയുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇപ്പോഴുള്ള പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഞാൻ നിങ്ങളോട് എപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഐറ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് കോംപ്ലിക്കേറ്റഡ് ആണോ അല്ലെങ്കിൽ ടഫ് ആണോ? അല്ലല്ല, ബാക്കി എല്ലാം സെയിം ട്രീറ്റ്മെന്റ്. ഇവിടെ ഇത് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യൂ. അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്യണം. റിട്ടയറിംഗ് പാർട്ണറിന് റിട്ടയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഗുഡ്വില്ലിന്റെ ജേർണൽ എൻട്രി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഗെയിനിങ് പാർട്ണർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ട് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് 1 ലൈൻ സമ്മറി എന്ന് പറയുന്നത്. ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അഡ്മിഷൻ കം റിട്ടയർമെന്റ് പഠിക്കാം. ഇതാണ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. നമ്മൾ ഇപ്പോ പോകുന്നത് എന്റെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ നമ്പർ 5, ഇഫ് ഐ എം റൈറ്റ്, ഇല്ലസ്ട്രേഷൻ 5 ഓഫ് ICI മെറ്റീരിയൽ. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അഡ്മിഷൻ കം റിട്ടയർമെന്റ് എന്തായിക്കോട്ടെ നമ്മൾ ചെയ്തിരിക്കും. ഐ വിൽ ഗിവ് 15 മിനിറ്റ്സ്. ഓക്കെ, ആ 15 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. എന്നിട്ട് ആദ്യം ടൈം ആണെങ്കിൽ ഞാൻ ആദ്യം ടൈം വരും. ഓക്കെ, ട്രൈ ചെയ്യുന്നവർക്ക് മാത്രമേ എക്സാമിന് എന്തെങ്കിലും ഒരു പ്ലസ് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, D and Co is partnership firm with partners A, B, C. Sharing profit and loss in the ratio 10:6:4. That is 5:3:2. The balance sheet of the firm as at 31st March 2015 is as under. Capital ABC, reserves, unappropriated for profit. That is general reserve. Okay. That's the amount in it. Whatever may be no problem. Long-term debt, bank overdraft, trade payables. Land, building, plant and machinery, furnitures, investments, inventories, trade receivables. ഇവർക്ക് ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടി ഇല്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് ഇല്ല, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ബാങ്ക് ബാലൻസിന്റെ ഓപ്പോസിറ്റ് ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണോ മക്കളെ? എന്നിട്ട് ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഒന്നുമില്ല, അതായത് ചില ആൾക്കാർക്ക് എന്ത് ചെയ്യുക? ബാങ്കിൽ ബാലൻസ് ഇല്ലെങ്കിലും ഓവറായിട്ട് വിഡ്രോ ചെയ്യുക. ഓവറായിട്ട് വിഡ്രോ ചെയ്ത് നമ്മൾ ബാങ്കിന് കൊടുക്കാനുണ്ടെന്നാ പറയാം, അതിന് ലയബിലിറ്റി ആണ്. It was mutually agreed that Mr. B will retire from partnership and his place Mr. D will be admitted as partner with effect from 1st April 2015. B retire ചെയ്യും, D admit ചെയ്യും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ C ആ പറഞ്ഞത്. whatever, ആരായാലും ഒരു പ്രശ്നവുമില്ല. For this purpose, the following adjustments. Okay. വെയിറ്റ് ചെയ്യാൻ മക്കളെ, അത് ലോഗ് ഓഫ് ആയി പോയി. Following adjustments are to be made.
അതായത് goodwill is to be valued at 1 lakh but the same will not appear as an asset in the books of the reconstituted firm. മക്കളെ ആ സെന്റൻസ് ഞാൻ നിങ്ങളോട് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അവരെന്താ പറയുന്നത് വെച്ചാൽ ഗുഡ്വിൽ ബാലൻസ് ഷീറ്റിൽ കാണാൻ പറ്റൂല, നമ്മുടെ കേസിൽ ബാലൻസ് ഷീറ്റിൽ കാണൂല. നമ്മുടെ ജേണൽ എൻട്രി എന്താ, ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അത്രേ ഉള്ളൂ. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ശ്രദ്ധിക്കുക. Building and plant and machinery are to be depreciated by 5% and 20% respectively. Investments are to be taken over by the returning partner at 15,000. ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു പാർട്ട്ണർ ടേക്കൺ ഓവർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇൻവെസ്റ്റ്മെന്റ്സ് കുറയും. ഓക്കെ, അതേപോലെ പാർട്ട്ണർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചു എല്ലാവരും, ഞാനൊരു ബിസിനസ് ഓർഗനൈസേഷൻ, ഓക്കെ, ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, ഫോർ എക്സാമ്പിൾ 1 lakh rupees കൊടുക്കാനുണ്ട്. അയാൾ എൻ്റെ ഓർഗനൈസേഷനിൽ വന്നിട്ട് എൻ്റെ കാർ എടുത്തിട്ട് പോയി അല്ലെങ്കിൽ ബൈക്ക് എടുത്തിട്ട് പോയി. ആ ബൈക്കിന്റെ വാല്യൂ 40,000 രൂപയാണ്. നമ്മൾ എന്താ പറയാ, എന്നെ അയാൾക്ക് കൊടുക്കാനുള്ളത് എന്നെ 60,000 രൂപയാണ്. കാരണം എന്താ, 1 ലക്ഷം കൊടുക്കാനുണ്ട്, 40,000 അസറ്റ് എടുത്തു പോയി, എന്നാലും നമ്മൾ ബാക്കി എത്ര കൊടുക്കാനുള്ളത്, 60,000. അതായത് ഒരു ലയബിലിറ്റി വാട്ട് എവർ ലയബിലിറ്റി, ഇൻസൈഡ് ലയബിലിറ്റി ആവും ഔട്ട്സൈഡ് ലയബിലിറ്റി ആവും. ഇൻസൈഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, ഔട്ട്സൈഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ലോങ് ടേം ഡെപ്റ്റ്, ട്രേഡ് പേയബിൾസ്, വാട്ട് എവർ മേ ബി. അവര് നമ്മുടെ അസറ്റ് ടേക്കൺ ഓവർ ചെയ്തതിനാൽ ഒരു ലയബിലിറ്റി കുറയും, അസറ്റും കുറയും. ജേണൽ എൻട്രി എന്താണ്, അതായത് ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ്, ഇനി ക്രെഡിറ്റേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 12,000 രൂപന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് 15,000 രൂപക്ക് എടുക്കുന്നത്. 12,000 രൂപന്റെ അസറ്റ് ആണ് എത്ര പൈസ എടുക്കുന്നത്, 15,000 രൂപക്ക്. അവിടെ എന്താ വരുന്നത് വെച്ചാൽ അവിടെ റീവാലുവേഷൻ വരുന്നത്. നമുക്ക് ലാഭമല്ലേ ഉണ്ടാവുന്ന സ്ഥാപനത്തിന്, പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതായത് ജേണൽ എൻട്രി എഴുതി തരാം, വെയിറ്റ് ചെയ്യാം മക്കളെ. ജേണൽ എൻട്രി എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, പാർട്ട്നേഴ്സ് എടുക്കുന്നത് 15,000 രൂപക്കാണ്. ടു ഇൻവെസ്റ്റ്മെന്റ്സ് എത്രയാണ് എമൗണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് എത്ര എമൗണ്ട്, 12,000 rupees. എത്ര എമൗണ്ട്, 12,000 rupees. ഇത് ടാലി ആയ മക്കളെ? ഇല്ല, ടാലി ആയില്ല. കാരണം നമുക്ക് ഇവിടെ ഒരു ലാഭമുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ആരാണ്, ഫേം. ഓക്കെ, നമുക്ക് ഇവിടെ ലാഭമുണ്ട്. പക്ഷെ ആ ലാഭം അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ അസറ്റ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇതാണ് കോമ്പൗണ്ടഡ് ജേണൽ എൻട്രി. ഇതാണ് എന്ത്, കോമ്പൗണ്ടഡ് ജേണൽ എൻട്രി. മക്കളെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ചെയ്യണ്ട, ജസ്റ്റ് ശ്രദ്ധിക്കുക. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ 12,000 ആണ്. ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ 12,000 rupees ആണ്. അത് ടേക്കൺ ഓവർ ചെയ്യുന്ന 15,000 അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇൻക്രീസ് ഇൻ അസറ്റിന്റെ ജേണൽ എൻട്രി പാസ് ചെയ്യും. ഇൻക്രീസ് ഇൻ അസറ്റിന്റെ ജേണൽ എൻട്രി എന്താ, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ. എത്ര എമൗണ്ട്, 3,000 rupees. എത്രയാണ് എമൗണ്ട്, 3,000 rupees. മക്കളെ ഞാൻ എല്ലാം പഠിപ്പിച്ചു തരുന്നത്, സിമ്പിളും അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡും. ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് കോമ്പൗണ്ടഡ് ജേണൽ എൻട്രി ആയതുകൊണ്ട്. ഇനി ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്ത്, ഇപ്പൊ എത്ര വാല്യൂ, 15,000 ആണ്. ഇൻക്രീസ് ഇൻ റീവാലുവേഷൻ എന്താ ജേണൽ എൻട്രി, അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ. ഇനി ഈ അസറ്റ് ടേക്കൺ ഓവർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ, ഏത് പാർട്ട്ണർ ആണോ എടുക്കുന്നത് ആ പാർട്ട്ണർ. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻവെസ്റ്റ്മെന്റ്, the person who taken over. Partners എന്ന് പറയുമ്പോൾ all partners ഒന്നും ചിന്തിച്ചേക്കല്ല, the person who taken over. ഇതിനെക്കാട്ടി സിമ്പിൾ ആയിട്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഇതാണ് ജേണൽ എൻട്രി. ഇവിടെ എമൗണ്ട് വരാന്ന് വെച്ചാൽ ഇവിടെയും 15,000 വരും, ഇവിടെയും 15,000 വരും. സർ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ 12,000 അല്ലേ ഉള്ളൂ? അല്ലല്ല, നമ്മൾ രണ്ടാമത്തെ ജേണൽ എൻട്രി പാസ് ചെയ്തപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എത്രയായി, 15,000 ആയി. 12,000 ഓൾറെഡി ഉണ്ട്. ആദ്യം നമ്മൾ 3,000 ആഡ് ചെയ്തിട്ട് നമ്മുടെ വാല്യൂ എത്രയായി, 15,000 ആയി. ആ 15,000 അസറ്റ് ആരെടുത്തു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പാർട്ട്നേഴ്സ് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ വരാം, റീവാലുവേഷനിൽ ക്രെഡിറ്റ് സൈഡിൽ ഒന്ന് ട്രീറ്റ് ചെയ്യണം. ഒരു ജേണൽ എൻട്രി റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡ് ട്രീറ്റ് ചെയ്യണം. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, 3,000 ആഡ് ചെയ്യണം. അതേപോലെ പാർട്ട്നേഴ്സ് ടേക്കൺ ഓവർ ചെയ്യുന്നുണ്ട്, അത് എന്ത് ചെയ്യണം, ഒഴിവാക്കിയും. അതേപോലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡും ട്രീറ്റ് ചെയ്യണം. രണ്ട് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യണം. രണ്ട് ജേണൽ എൻട്രി എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. മക്കളെ പോസ്റ്റ് ചെയ്യണം. ഇതാണ് രണ്ട് ജേണൽ എൻട്രി എന്ത് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം.
അടുത്ത എന്താ പറയുന്നത് വെച്ചാല് provision of 20% is to be made on trade receivables to cover doubtful debts. Decrease in trade receivables നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ ഓൾറെഡി അറിയാം. എന്നിട്ട് നമ്മളോട് പറയും ഇൻ ദ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം, റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ റിട്ടയർമെന്റ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് അഡ്മിഷൻ വാട്ട് എവർ, ഇതെല്ലാം റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് നമ്മുടെ ചേഞ്ച് ഇൻ പാർട്ട്ണർഷിപ്പ് ഡീൽ അത് ചെയ്തതിന് ശേഷം നമ്മളോട് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം വിൽ ബി 2 lakhs which will be contributed by Mr. A, Mr. C, Mr. D in their profit sharing ratio which is 2:2:1. ന്യൂ profit sharing ratio നമുക്ക് തന്നു. ഓക്കെ മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിച്ച് വിൽ ബി കോൺട്രിബ്യൂട്ടഡ് ബൈ എ സി ഡി എന്ന് പറയുമ്പോൾ അവർ 2 ലക്ഷം കൊണ്ടുവരും എന്നല്ല പറയുന്നത്. ടോട്ടൽ ക്യാപിറ്റൽ 2 lakhs ആയിരിക്കണം. എത്രയായിരിക്കണം? 2 lakhs ആയിരിക്കണം. ആ 2 lakh നിങ്ങൾ എന്ത് ചെയ്യുക, 2:2:1 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 2 lakh എന്ന് പറയുമ്പോൾ 5 ഷെയറിനാണെങ്കിൽ 5 ഷെയർ ആണ്. 2 + 2 + 1 എന്ന് പറയുമ്പോൾ 5 ഷെയർ. 2 lakh 5 ഷെയറിനാണെങ്കിൽ 1 ഷെയറിന് 40,000 rupees. അങ്ങനെയാണെങ്കിൽ എന്റെ ക്യാപിറ്റൽ വേണ്ടത് 80,000, സിന്റെ ക്യാപിറ്റൽ വേണ്ടത് 80,000, ഡിന്റെ ക്യാപിറ്റൽ വേണ്ടത് 40,000. ഓക്കെ, അന്നേരം അവരെന്താ പറയുന്നത് വെച്ചാൽ കമ്പയർ ചെയ്യാം. അവർ ഓൾറെഡി ഉള്ള ക്യാപിറ്റലും ഇപ്പോഴത്തെ ക്യാപിറ്റൽ എത്ര മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കമ്പയർ ചെയ്യാം. കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്യാം. ഇതാണ് സംഭവം. ഓക്കെ, പറയുന്ന മനസ്സിലാകുന്നുണ്ടാ? ഓക്കെ, ഇനി അടുത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ശ്രദ്ധിക്കുക. The surplus funds, if any, will be used for repaying bank overdraft. അതായത് ഇപ്പൊ ചില ആൾക്കാർ കൊണ്ടുവരും, അതായത് പുതിയ പാർട്ണർ എന്തായാലും 40,000 കൊണ്ടുവരണം. നിങ്ങൾക്ക് അറിയാം, അയാളൊന്നും കൊണ്ടുവന്നിട്ടില്ല, 40,000 കൊണ്ടുവരും. അതേപോലെ എയും സിയും ചിലപ്പോൾ കൊണ്ടുവരേണ്ട വന്നെങ്കിൽ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ കൊണ്ടുവന്ന എമൗണ്ട്, ഓക്കെ, ആ കൊണ്ടുവന്ന എമൗണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ, ചിലപ്പോൾ നമ്മുടെ അടുത്ത് ക്യാഷ് ബാലൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ അടുത്ത് എന്തില്ല, ക്യാഷ് ബാലൻസ് ഇല്ല. ഈ ക്യാഷ് ബാലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പേ ചെയ്യും. അങ്ങനെ നമ്മളോട് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേ, നമ്മൾ ഈ പാർട്ട്നേഴ്സ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ബാലൻസിന്റെ കൂടെ ആഡ് ചെയ്യണം. നമുക്കിപ്പോൾ ക്യാഷ് ബാലൻസ് ഓൾറെഡി 0 ഉള്ള 0ന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടൂല മക്കളെ. ആ ബാലൻസ് നിങ്ങളോട് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് വെച്ചിട്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പേ ചെയ്താൽ മതി. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പേ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്താ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് അപ്റ്റ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് അപ്റ്റ് ടു ബാങ്ക്. അതായത് ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും കുറക്കണം, അതേപോലെ ബാങ്കും കുറക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് സെന്റൻസും കൂടി പറഞ്ഞാൽ കൂടി പറയും. ദ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ ഷാൽ ബി ട്രാൻസ്ഫർ ടു ഹിസ് ലോൺ അക്കൗണ്ട്. റിട്ടയറിംഗ് പാർട്ട്ണറിന് പേയ്മെന്റ് നടത്തേണ്ട, അത് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. പ്രിപ്പയർ revaluation account, partners capital account, bank account, balance sheet of the reconstituted firm as on 1st April 2015. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ ബിലീവ് ഞാൻ 100% ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, വേറൊന്നുമില്ല. ആ ബാങ്കിന്റെ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ബാങ്ക് ബാലൻസ് ചെയ്തു, അതിന്റെ കൂടെ ചില പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്നത് ആഡ് ചെയ്യും, ചില പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്നത്, ഓക്കെ, വാട്ട് എവർ നെയിം ഒന്നും വേണ്ട, ബ്രോട്ട് ചെയ്യുന്നത് ആഡ് ചെയ്യും, വിഡ്രോ ചെയ്യുന്നത് മൈനസ് ചെയ്യും. ഇതാണ് നമ്മുടെ പതിവ്. ഓക്കെ, ഇതാണ് നമ്മുടെ പതിവ്. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടിയെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ 10,000 rupees കിട്ടിയെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട് 45,000 ആണെന്ന് വിചാരിക്കും. നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ ഈ 10,000 rupees വെച്ചിട്ട്, ഓക്കെ, ഈ 10,000 rupees വെച്ചിട്ട്, ഈ 10,000 rupees നിങ്ങൾ ബാലൻസ് ഒന്നും വെക്കണ്ട. നിങ്ങൾ ഈ സർപ്ലസ്, ഇതിനാ പറയാ സർപ്ലസ് ഫണ്ട് അല്ലെങ്കിൽ സർപ്ലസ് ബാലൻസ്. കാരണം ഓൾറെഡി അവർക്ക് 0 ബാലൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം എന്ത് ബാലൻസ് കിട്ടിയാലും അത് സർപ്ലസ് ആണ്. ഈ 10,000 വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലോണ് റീപേ ചെയ്യണം എന്ന് പറയുന്നത്. റീപേ ചെയ്യുമ്പോൾ ലെസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പെയ്ഡ്, എത്രയാണ്, 10,000 rupees. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയാവും, 0 ആവും. ഇവിടുന്ന് എന്ത് ചെയ്യുക, 10,000 കുറക്കുക, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ ബാലൻസ് എത്രയാവും, 35,000. ഇതാണ് ട്രീറ്റ്മെന്റ് മക്കളെ. ഒന്നുമില്ല, ഇതിപ്പോ ഞാൻ മൈനസ് ചെയ്തതിന് പകരം ജേർണൽ എൻട്രി ഞങ്ങൾക്ക് പറഞ്ഞത്. എന്താ ജേർണൽ എൻട്രി, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് അപ്റ്റ് ടു ബാങ്ക്. എത്ര എമൗണ്ട് കാണിക്കട്ടെ, അത് നിങ്ങൾക്ക് ബാക്കി കിട്ടുന്ന എമൗണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യം പറഞ്ഞത്, ഇതിനൊന്നും പറയാനില്ല. മക്കളെ ഗുഡ്വില് കൊണ്ടുവരുന്നില്ല, കൊണ്ടുവരുന്നെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയും ഗുഡ്വില് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഗുഡ്വില് കൊണ്ടുവരുന്നില്ല. കാരണം ഗുഡ്വില്ലിന്റെ വാല്യൂ മാത്രമേ പറയുന്നുള്ളൂ, ഗുഡ്വിൽ കൊണ്ടുവരുന്നെന്ന് പറയുന്നില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് ജേർണൽ എൻട്രി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ,
ഉഷാറായി ചെയ്, ഒരു പേടിയും വേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു. ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആൻസർ എഴുതാൻ തുടങ്ങാം. ഓക്കെ. D&Co is a partnership firm with partners Mr. A, B, C sharing profits and losses in the ratio of 10:6:4. That is A:B:C എന്ന് പറയുന്നത് 5:3:2 ആണ്. ഓക്കെ. എന്നിട്ട് നമുക്ക് ഗിവൺ ടേംസ് വെച്ചിട്ടല്ല നമ്മൾ അങ്ങനെ ചെയ്യുക, സാധാരണ ചെയ്യുന്നതാണ്. The balance sheet of the firm as at 31st March 2015 is as under. വായിക്കുന്നതിനനുസരിച്ച് ഓരോന്ന് പോസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ABC, അതായത് ബൈ ബാലൻസ് ബ്രോട്ട്. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക, അത് ബൈ ബാലൻസ് ബ്രോട്ട് എന്നിട്ട് ചെയ്താൽ 80,000, 20,000, 30,000. അടുത്ത റിസർവ്സ് ആണ്. നിങ്ങൾക്കറിയാം റിസർവ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ജേർണൽ എൻട്രി റിസർവ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ഓൾഡ് പാർട്ട്നേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം ബൈ റിസർവ്സ്. എത്ര എമൗണ്ട്, 20,000 5:3:2 എന്ന് പറയുമ്പോൾ 10,000, 6,000, 4,000 if I am right. Okay, 20,000 into 3/10 എന്ന് പറയുന്നത് 6,000 ആണ്. ഓക്കെ, അത് ശരിയാണ്. 5:3:2. ഓക്കെ. പിന്നെ റിസർവ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലോങ് ടേം ഡെപ്റ്റ് ആണ്. ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യരുത്. അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ നോക്കുക. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ലോങ് ടേം ഡെപ്റ്റ് എന്താ ചെയ്യുക, ലയബിലിറ്റി സൈഡ് ഔട്ടർ കോളത്തിൽ കാണിക്കുക. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇന്നർ കോളത്തിൽ. ലോങ് ടേം ഡെപ്റ്റ് എത്ര എമൗണ്ട്, അതായത് 3 lakh rupees. അടുത്ത ഐറ്റം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പേ ചെയ്യും. അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്കത് ഇന്റർ കോളത്തിൽ കാണിക്കാം. സർപ്ലസ് ഫണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ട്രേഡ് പേയബിൾസ് ആണ്. ട്രേഡ് പേയബിൾസിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒന്ന് ചെക്ക് ചെയ്യാം. ട്രേഡ് പേയബിൾസിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അത് ഔട്ടർ കോളത്തിൽ തന്നെ കാണിച്ചു. ട്രേഡ് പേയബിൾസ് എത്ര എമൗണ്ട്, അതായത് 1,70,000. ഓക്കെ. ഇനി ലാൻഡ് അസറ്റ്, ലാൻഡ് ആണ്. ലാൻഡ് എന്ന് പറയുന്നതിന് നമുക്ക് എന്തുണ്ട്, അഡ്ജസ്റ്റ്മെന്റ്. ലാൻഡ് എന്ന് പറയുന്നതിന് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ ഔട്ടർ കോളത്തിൽ നമ്മൾ കാണിച്ചാൽ മതി 10,000 rupees. ഓക്കെ. നെക്സ്റ്റ് ബിൽഡിംഗ്. ബിൽഡിങ്ങിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇന്നർ കോളത്തിൽ കാണിച്ചാൽ മതി 2 lakh rupees. ഓക്കെ. നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിനും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതും ഇന്നർ കോളത്തിൽ കാണിച്ചാൽ മതി. എത്ര എമൗണ്ട്, 1,30,000 rupees. അതിനുശേഷം ഫേർണിച്ചറിന് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് എന്ത് ചെയ്യുക, അതും ഔട്ടർ കോളത്തിൽ കാണിക്കാം. എമൗണ്ട് 43,000. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇന്നർ കോളത്തിൽ കാണിക്കുക, കാരണം അത് ടേക്കൺ ഓവർ എല്ലാം ചെയ്യുന്നുണ്ട്. 12,000 rupees ആണ് കാണിക്കേണ്ടത്. ഓക്കെ. ഇൻവെന്ററീസിന് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഔട്ടർ കോളത്തിൽ. എത്ര എമൗണ്ട്, 1,30,000. ട്രേഡ് റിസീവബിൾസ് ആണ് നെക്സ്റ്റ് ഐറ്റം. അതിനെന്തില്ല, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഓക്കെ. അതുകൊണ്ട് ഇന്നർ കോളത്തിൽ 1,39,000. 1,39,000. ഓക്കെ. ഇപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിലെ എല്ലാ ഐറ്റംസും കവർ ചെയ്തു. ഓക്കെ. നിങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ബാലൻസ് ഷീറ്റിലെ എല്ലാ ഐറ്റംസും കവർ ചെയ്തു. ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വായിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ പോസ്റ്റിംഗ് ചെയ്യും. ഓക്കെ. It was mutually agreed that Mr. B will retire from partnership and in his place Mr. D will be admitted as a partner with effect from 1st April 2015. For this purpose, the following adjustments are to be made. The goodwill is to be valued at 1 lakh, but the same will not appear as an asset in the books of the reconstituted firm. Goodwill of the firm are തന്നത് 1 lakh rupees. അത് നമ്മൾ ചെയ്യണം, വെയിറ്റ് ചെയ്യും. ഓക്കെ, വെയിറ്റ് ചെയ്യും. എന്താന്ന് വെച്ചാല്, കാരണം നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ടാണ് ഗുഡ്വില്ലിന്റെ വാല്യൂ ആവശ്യമുള്ളൂ. അത് നമ്മൾ അവിടെ പെൻഡിങ് വെക്കും തൽക്കാലം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, അതായത് ഓൾഡ് റേഷ്യോ എഴുതിയെടുത്ത്, ഓൾഡ് റേഷ്യോ ഇതാണ്, നിങ്ങൾ അവിടെ എന്ത് ചെയ്തോ, ഗുഡ്വിൽ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. ഗുഡ്വിൽ ഓഫ് ദ ഫേം 1 lakh. മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 1 lakh എഴുതുന്നത് ഇപ്പം തന്നെ. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത്, ബിൽഡിംഗ് ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയുന്നുണ്ട്.
journal entry, revaluation account up to building, revaluation account up to plant and machinery. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, റീവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. കാരണം റീവാലുവേഷൻ ആണ് ഡെബിറ്റ് ഉള്ളത്. ഡെബിറ്റ് ഉള്ള ഐറ്റത്തിൽ നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുക, പിന്നെ ക്രെഡിറ്റ് ഉള്ള ഐറ്റത്തിൽ പോസ്റ്റ് ചെയ്യുക. ടു ബിൽഡിംഗ് എത്രയാണ് 5%, അതായത് 2 lakhന്റെ 5% എന്ന് പറയുമ്പോൾ 10,000 rupees ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡിംഗ് ഒന്നും കുറക്കണം, 2 പോസ്റ്റിംഗ് വരാം. ലെസ് ഡിക്രീസ്, ഓക്കെ, ലെസ് ഡിക്രീസ് എത്ര എമൗണ്ട് 10,000 rupees. ഓക്കെ, അത് 1,90,000 ആണ് ഔട്ടർ കോളത്തിൽ വരാം. അതേപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയും നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ജേർണൽ എൻട്രി, റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി, അതും നമ്മൾ ഡെബിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക. റീവാലുവേഷൻ അക്കൗണ്ട് അത് 20% ആണ്. 1,30,000 20% എന്ന് പറയുമ്പോൾ 13,000 26,000. ഓക്കെ, നമ്മൾ അതെന്ത് ചെയ്യുക, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒന്നും ഡിക്രീസ് ചെയ്യണം. ലെസ് ഡിക്രീസ് എത്രയാണ് 26,000. ഓക്കെ, നിങ്ങൾ ഡിക്രീസ് തന്നെ എഴുതണം. എംപ്ലോയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, മെയിൽ ആദ്യം നമുക്ക് എക്സാം എഴുതാം. ഓക്കെ, 1,04,000. പിന്നെ അടുത്ത എന്താ പറയുന്നത് വെച്ചാൽ, ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ടു ബി ടേക്കൺ ഓവർ ബൈ ദി റിട്ടയറിംഗ് പാർട്ണർ അറ്റ് 15%. നിങ്ങൾക്ക് ഞാനിത് 2 ജേർണൽ എൻട്രി ആക്കിയിട്ടാണ് പഠിപ്പിച്ചത്. ഫസ്റ്റ് ഇൻക്രീസ് ഇൻ അസറ്റിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യാം. കാരണം ഇൻവെസ്റ്റ്മെന്റ് 12,000 ഉള്ളത് 15,000ലേക്ക് വാല്യൂ ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് അവരെടുക്കുന്നത്. ഓക്കെ, അവർ വാല്യൂ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഇല്ല പറയുന്നില്ല, നമ്മളത് വായിച്ച് മനസ്സിലാക്കും. ഓക്കെ, ജേർണൽ എൻട്രി, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അത് ഇൻക്രീസ് ആയിട്ട് കാണിക്കാം, പ്ലസ് ഇൻക്രീസ് എത്ര എമൗണ്ട് 3,000 rupees. അതേപോലെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ബൈ ഇൻവെസ്റ്റ്മെന്റ്സ് എത്ര എമൗണ്ട് 3,000 rupees കാണിക്കാം. അതിനുശേഷം അത് ടേക്കൺ ഓവർ ചെയ്യുന്ന പറയുമ്പോൾ ജേർണൽ എൻട്രി ഏത് പാർട്ണറെ ടേക്കൺ ഓവർ ചെയ്യുന്നത്, റിട്ടയറിംഗ് പാർട്ണർ. റിട്ടയറിംഗ് പാർട്ണറുടെ പേര് ബി ആണ്. ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഇൻവെസ്റ്റ്മെന്റ്. ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഇൻവെസ്റ്റ്മെന്റ്. ഫസ്റ്റ് ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുക. ടു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 15,000. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുക, കുറക്കുക. കാരണം ടേക്കൺ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയും. എത്രയാ ടേക്കൺ ഓവർ ചെയ്യുന്നത് 15,000. നിങ്ങൾ നോക്കിയാട്ടെ, 15,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കാണിക്കേണ്ട ആവശ്യമില്ല. 0 നിങ്ങൾ കാണിക്കേണ്ട, അവിടെ നില്ലെന്ന് കാണിച്ചാൽ മതി. വാട്ട് എവർ, നോ പ്രോബ്ലം. പിന്നെ അടുത്ത് എന്താ പറയുന്നത് വെച്ചാൽ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് 20% ഈസ് ടു ബി മെയ്ഡ് ഓൺ ട്രേഡ് റിസീവബിൾസ്. പ്രൊവിഷൻ കീപ്പ് ചെയ്യണം എന്നാ പറയുന്നത്. 20% പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ അസറ്റ് ആണ്. ജേർണൽ എൻട്രി, റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു പ്രൊവിഷൻ. 20% എന്തിന്റെ മേലെ, ട്രേഡ് റിസീവബിൾസിന്റെ മേലെ. അത് 1,39,000 ആണ്. 1,39,000 20% എന്ന് പറയുന്നത് 27,800 ആണ്. എത്രയാണ് 27,800. സെയിം എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ട്രേഡ് റിസീവബിൾസ് കുറക്കുക, ലെസ് പ്രൊവിഷൻ എന്ന് പറഞ്ഞു. എത്ര എമൗണ്ട് 27,800. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1,39,000 27,800 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,11200. ഇതാണ് നമ്മുടെ ബി വരെയുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തവിടെ നമ്മുടെ ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ സി അഡ്ജസ്റ്റ്മെന്റ് ആ പറയുന്നത്. സി അഡ്ജസ്റ്റ്മെന്റ് പറയുന്നതിന് മുന്നേ, ഓക്കെ, സി അഡ്ജസ്റ്റ്മെന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇൻ ദ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം ദ ടോട്ടൽ ക്യാപിറ്റൽ വിൽ ബി 2 lakhs. അതായിട്ടില്ല ചെയ്യാൻ, അത് വെയിറ്റ് ചെയ്യും. Which will be contributed by Mr. A, C and D in their new profit sharing ratio, which is 2:2:1. നമുക്ക് ഇവിടെ വേണ്ടത് ന്യൂ റേഷ്യോ. ഓക്കെ, ന്യൂ റേഷ്യോ ACD. ഇഫ് ഐ ആം റൈറ്റ്, ACD. ബി ആണ് റിട്ടയർ ചെയ്യുന്നത്. ഓക്കെ, ബി ഞാൻ ഒന്ന് റൗണ്ട് ചെയ്യുന്നുണ്ട്. ACD ആണ്, ബി ആർ റിട്ടയർ ചെയ്യുന്നത്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2:2:1. മക്കളെ ഇത് ശ്രദ്ധിക്കണം. ഇവിടെ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാം. ഫസ്റ്റ് സാക്രിഫൈസിങ് റേഷ്യോ തൽക്കാലം നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ 5/10 മൈനസ് 2/5. ഓക്കെ, അതായത് 10 ഡിനോമിനേറ്ററിൽ വരും, 5 മൈനസ് 2 into 2, അതായത് 1 into 5 മൈനസ് 2 into 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 വരും. അയാൾക്ക് സാക്രിഫൈസ് തന്നെയാണ് ഉണ്ടാകുന്നത്. അയാൾക്ക് 1/10 സാക്രിഫൈസ് ആണ്. അതേപോലെ ബി എന്ന് പറയുന്ന പാർട്ണർ റിട്ടയറിംഗ് ആയതുകൊണ്ട് ബിന്റെ ഗെയിനിങ് റേഷ്യോ വരാം. അതായത് സോറി ബി റിട്ടയർ ചെയ്യുമ്പോൾ ബിക്കും സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ടാവുക. അത് അവരെ ഷെയറിന് എടുത്ത് വെച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 3/10 ആണ് ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/10. ഓക്കെ, ഇനി സി സാക്രിഫൈസിങ് റേഷ്യോ തൽക്കാലം നമുക്ക് അത് തന്നെ കണ്ടുപിടിക്കാം.
സി സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 2/10 മൈനസ് 2/10 എന്ന് പറഞ്ഞിട്ട് അടുത്ത റേഷ്യോ എത്രയാ 2/5 ആണ്. എത്രയാണ് 2/5. നിങ്ങൾ LCM എടുത്താൽ 10 കിട്ടും. അതായത് 2 into 1 minus 2 into 2 that is equal to 2 minus 4 എന്ന് പറയുന്നത് 2/10. അത് നെഗറ്റീവ് ആണ്. That is C's gaining ratio is equal to 2/10. നെഗറ്റീവ് കിട്ടിക്കാൻ അതിന്റെ താഴെ തന്നെ വേഗം പോയിട്ട് എന്ത് ചെയ്യണം, അത് ഗെയിനിങ് റേഷ്യോ എന്ന് എഴുതി വെക്കണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കും 2/10. അതേപോലെ ഡി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ, അയാൾ പുതിയ പാർട്ട്ണറാണ്, അതുകൊണ്ട് ഗെയിനിങ് റേഷ്യോ ഉണ്ടാവും. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഗെയിനിങ് റേഷ്യോ കണ്ടിരിക്കുമ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, ന്യൂ റേഷ്യോ 1/5. ഓക്കെ, 1/5 മൈനസ് 0 എന്ന് പറയുന്നത് 1/5. ഓക്കെ, ഞാനിത് ജസ്റ്റ് എല്ലാ സ്റ്റെപ്പ് എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക് മനസ്സിലാകുന്നുണ്ടാവും. അതായത് ഡിന്റെ കേസിൽ ഗെയിനിങ് റേഷ്യോ ആണ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ബിന്റെ കേസിൽ ഡയറക്റ്റ് ആണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഗെയിനിങ് റേഷ്യോ എത്ര കിട്ടുന്നത് 1/5 കിട്ടുന്നത്. നിങ്ങൾ ഏകദേശം നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിന്റെ ഗെയിനിങ് റേഷ്യോ 2/10, ബിന്റെ സാക്രിഫൈസിങ് റേഷ്യോ 3/10, അതേപോലെ എന്റെ സാക്രിഫൈസിങ് റേഷ്യോ 1/10. എല്ലാവരും 10 ഉള്ളത്. അതുകൊണ്ട് D's gaining ratio is equal to 1/5 into 2/2 that is equal to 2/10. അതായത് നിങ്ങൾ നോക്കിയാട്ടെ, ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് സാക്രിഫൈസിങ് റേഷ്യോ. ഇവിടെ നിങ്ങൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് എഴുതി വെക്കണം, നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഇവിടെ 2 ആള് സാക്രിഫൈസ് ആണ്, 2 ആള് ഗെയിനിങ് ആണ്. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുവരണം, സാക്രിഫൈസിങ് പാർട്ട്ണറിന് അത് കൊടുക്കണം. ഈ ക്വസ്റ്റനിൽ ഒന്നും പറയാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യൂല, കൊണ്ടുവരൂല. അതിന് പകരം അവരെ ക്യാപിറ്റൽ അക്കൗണ്ട് ജേർണൽ എൻട്രി പാസ് ചെയ്യുക. എന്താ ജേർണൽ എൻട്രി, ഗെയിനിങ് പാർട്ട്ണറിന്റെ പേര് ഡെബിറ്റ് ചെയ്യണം. ഗെയിനിങ് പാർട്ട്ണർ ആരാ, സിയും ഡിയും. C's capital account debtor, D's capital account debtor to A's capital account to B's capital account. Okay, ഇതാണ് ജേർണൽ എൻട്രി. മക്കളെ, ജേർണൽ എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എമൗണ്ട് ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ്. ഗെയിനിങ് പാർട്ട്ണർ നിങ്ങൾക്ക് ആരാന്ന് അറിയാം, ആരെ ഗെയിനിങ് റേഷ്യോ കിട്ടുന്ന അവരാണ് ഗെയിനിങ് പാർട്ട്ണർ. ആർക്കാണോ സാക്രിഫൈസിംഗ് റേഷ്യോ കിട്ടുന്ന അവരാണ് സാക്രിഫൈസിംഗ് പാർട്ട്ണർ. നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് എങ്ങനെ കിട്ടേണ്ടത്, നിങ്ങൾ ഗുഡ്വിൽ ഓഫ് ദ ഫേം കണ്ടുപിടിക്കുക. അതോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരാളെ ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസിംഗ് റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ എൻട്രി ഇതാണ് സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് നമ്മൾ ഇതിന് പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യണം. പോസ്റ്റിംഗ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. ഇത് വലിയ സംഭവമല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരെ ക്യാപിറ്റലാണോ പ്രിപ്പയർ ചെയ്യുന്നത് അവരെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവര് റെപ്രസെന്റ് ചെയ്യുന്ന എമൗണ്ട് കാണിക്കണം. സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 20,000 കാണിക്കണം, ഡിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 20,000 കാണിക്കണം, എന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 10,000 കാണിക്കണം, ബിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 30,000 കാണിക്കണം. സിന്റെയും ഡിന്റെയും കേസിൽ ഡെബിറ്റ് സൈഡിലാണ് അത് കാണിക്കേണ്ടത്. എന്റെയും ബിന്റെയും കേസിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. എല്ലാവരും പോസ്റ്റിംഗ് ഒന്ന് ശ്രദ്ധിച്ചു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ഉള്ള ആളെ പോസ്റ്റ് ചെയ്യുക. അതായത് സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുക. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. ഓക്കെ, if I am right, A's capital to B's capital. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സിന്റെ 20,000 കാണിക്കും. സിന്റെ മാൻഡേറ്ററി 20,000 കാണിക്കണം. പക്ഷെ എന്റെ എത്ര കാണിക്കാനുള്ളൂ, 10,000 ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ സിന്റെ 10,000 ഇവിടെ കാണിക്കാം. ഓക്കെ, എന്റെ 10,000 കാണിക്കാം, ബിന്റെ 10,000 കാണിക്കാം, സിന്റെ. ഓക്കെ, എത്രയായി, 20,000 ഡെബിറ്റ് ചെയ്തു. അയാളെ ക്യാപിറ്റൽ അക്കൗണ്ട് 20,000 ഡെബിറ്റ് ചെയ്യണം. 20,000 എങ്ങനെ ഡെബിറ്റ് ചെയ്യുന്നത്, സിന്റെ 10,000, ബിന്റെ 10,000. ഡിന്റെ എത്ര ഡെബിറ്റ് ചെയ്യേണ്ടത് 20,000. അത് ആരുടെ മാത്രം ഡെബിറ്റ് ചെയ്താൽ മതി, ഇയാളെ മാത്രം ഡെബിറ്റ് ചെയ്താൽ മതി. പേര് മാത്രം ഞാൻ പറയുന്നത്, എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പേര് മാത്രം ഞാൻ പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? സിന്റെ എന്തായാലും ഡെബിറ്റ് ചെയ്യേണ്ടത് 20,000, ഡിന്റെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് 20,000. നമ്മളിപ്പോ 20,000 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നവും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ബൈ സീസ് ക്യാപിറ്റൽ ബൈ ഡീസ് ക്യാപിറ്റൽ. ഓക്കെ, നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ,
എൻ്റെയും ബിൻ്റെയിലും ക്രെഡിറ്റ് ചെയ്യണം. എൻ്റെയിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഓക്കെ, എൻ്റെയിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് 10,000 ആണ്. എൻ്റെയിൽ എത്ര ക്രെഡിറ്റ് ചെയ്യേണ്ടത് 10,000. അത് സി എന്ന് വേണമെങ്കിൽ കാണിക്കുക എമൗണ്ട്, അല്ലെങ്കിൽ ഡിൻ്റെയിൽ എമൗണ്ട് കാണിക്കുക, അതൊന്നും ഒരു പ്രശ്നമല്ല. ബിൻ്റെയിൽ എത്രയെന്ന് ക്രെഡിറ്റ് ചെയ്യേണ്ടത് 30,000. അതെങ്ങനെ കാണിക്കാം? ഇവിടെ 10,000 ബാക്കി കാണിക്കുക, ഇവിടെ 20,000 കാണിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ്. അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആഫ്റ്റർ ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് 20,000. നമ്മൾ 20,000 ഡെബിറ്റ് ചെയ്തിട്ടില്ലേ? ഡിൻ്റെയിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് 20,000, അതൊന്നും ചെയ്തിട്ടില്ലേ? ഇനി നമ്മൾ എന്റെ കേസിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് 10,000, അത് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടില്ലേ? അതേപോലെ ബിന്റെ കേസിൽ നമ്മൾ എത്ര ക്രെഡിറ്റ് ചെയ്യേണ്ടത് 30,000. സോറി, എന്നത് ഡെബിറ്റ് അല്ല, ക്രെഡിറ്റ് ചെയ്യേണ്ടത് 10,000 ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. മക്കളെ മനസ്സിലാകുന്നുണ്ടോ? ഇത് ലാസ്റ്റ് നമ്മളിപ്പോ ഏകദേശം ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്തു. ഓക്കെ, ഡി എന്ന് പറയുന്ന പാർട്ണർ എത്ര ക്യാപിറ്റൽ കൊണ്ടുവരുന്നൊന്നും പറയുന്നില്ല നമുക്കത്, പക്ഷെ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം തന്നിട്ടുണ്ട്, നമുക്ക് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാനും പറ്റും. വെയിറ്റ് ചെയ്യും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫോർ ദ ടൈം ബീങ് നമ്മൾ എല്ലാവരും എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്തു കഴിഞ്ഞു. നമുക്ക് ആകെ അഡ്ജസ്റ്റ്മെന്റ് ഉള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റും പിന്നെ ഒന്ന് ഓവർ ഡ്രാഫ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റും. ഒരു കാര്യം മനസ്സിലാക്കുക, ഓവർ ഡ്രാഫ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഫക്ട് ചെയ്യൂല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ അവിടെ പെൻഡിങ് നോക്ക്. നമ്മൾ തൽക്കാലം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യാൻ തുടങ്ങാം. 100% നമ്മൾ ചെയ്തു, ബാലൻസ് ചെയ്യാൻ തുടങ്ങിക്കോ. അങ്ങനെ ബാലൻസ് ചെയ്യാൻ തുടങ്ങേണ്ടത്, അതായത് റീവാലുവേഷൻ അക്കൗണ്ട് ഫസ്റ്റ് ബാലൻസ് ചെയ്യുമ്പോൾ 36,000 പ്ലസ് 27,800 ദാറ്റ് ഈസ് ഈക്വൽ ടു 63,800 കിട്ടും. 63,800. ഓക്കെ, നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,800 കിട്ടും. ആം ഐ റൈറ്റ് മക്കളെ? ആം ഐ റൈറ്റ്? അത് ലോസ് ആണ്. ക്രെഡിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞാൽ ലോസ് ബൈ ലോസ് ഓൺ റീവാലുവേഷൻ. ലോസ് ഓൺ റീവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ടത് എ ബി സി ഡിക്ക് അല്ല, എ ബി സിക്ക് മാത്രം. കാരണം ഓൾഡ് പാർട്ട്നേഴ്സിന്. ഓക്കെ, 60,800 ഒരാളും റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന്. ഓക്കെ, 60,800 60,800 ഇൻറ്റു 5/10 ദാറ്റ് ഈസ് 30,400 ആണ് എന്റെ ലോസ് ഓൺ ലോസ്. അത് കമ്പ്യൂട്ടേഷൻ ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ 60,800 ഇൻറ്റു 3/10 ഓക്കെ 18,240 കിട്ടും. അതേപോലെ 60,800 ഇൻറ്റു 2/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 12,160. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓൾഡ് റേഷ്യോയിലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക റീവാലുവേഷൻ പ്രോഫിറ്റ്. നമ്മൾ അത് ഓൾറെഡി റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അത് എവിടെയും മാറൂല. നിങ്ങളെ പ്രശ്നം എന്താ അറിയോ? ഓരോരുത്തത്തുമ്പോ ഇത് എങ്ങനെയാ അതെങ്ങനെ, അങ്ങനത്തെ ഒരു പരിപാടിയില്ല മക്കളെ. എല്ലാത്തും സേഫ് ട്രീറ്റ്മെന്റ്. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ലോസ് എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ജേർണൽ എൻട്രി ടു റീവാലുവേഷൻ. ഓക്കെ, അത് എത്ര എമൗണ്ട്? 30,400, 18,240. ഓക്കെ, ഇത്ര വലിയ ക്വസ്റ്റ്യൻ ആണ് ഞാൻ വിചാരിച്ചില്ല. 12,160. ഓക്കെ, സ്പേസ് മിസ്സാവും, പ്രശ്നമുണ്ട് ചെറിയ. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ബാലൻസ് ചെയ്യാം. ഓക്കെ, ബാലൻസ് ചെയ്യാം. കാരണം ഫസ്റ്റ് ബാലൻസിങ് ചെയ്യാം, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഫസ്റ്റ് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിട്ടയറിംഗ് പാർട്ണർ എന്ന് പറഞ്ഞാൽ സി ആണ്. സിനെ ഞാൻ ജസ്റ്റ് റൗണ്ട് ചെയ്തതാ, വെറുതെ റൗണ്ട് ചെയ്തതാണ്. സിക്ക് നമ്മൾ പേയ്മെന്റ് നടത്തുന്നില്ല, അതുകൊണ്ട് സിക്ക് പേയ്മെന്റ് നടത്തുന്നില്ല. സിന്റെ എമൗണ്ട് നമ്മൾ ലോണിലേക്ക് മാറ്റിയെന്ന് അതിന്റെ ജേർണൽ എൻട്രി ഫസ്റ്റ് പാസ് ചെയ്യാം. എന്താ ജേർണൽ എൻട്രി? ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ബീസ് ലോൺ. ഫസ്റ്റ് ബിന്റെ ബാലൻസ് ചെയ്യുക. തൽക്കാലം 20,000 പ്ലസ് 6,000 26,000 കിട്ടി. അതേപോലെ 30,000 ആഡ് ചെയ്യുക, 56,000 നമ്മൾ 15,000 മൈനസ് ചെയ്യുക. അതിനുശേഷം 18,240 മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് 22,760 ആണ് ടു ബീസ് ലോൺ. 22,760. ഓക്കെ, മനസ്സിലായിക്കോ മക്കളെ? അത് ബാലൻസ് ഫിഗർ ആണ്. നിങ്ങൾ അത് ചെയ്തവണ്ണം അത് 2 ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. നിങ്ങൾ ആ എമൗണ്ട് ഡയറക്റ്റ് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, ബീസ് ലോൺ എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി കാണിക്കുക. എത്ര എമൗണ്ട്? 22,760. ഓക്കെ ആണോ മക്കളെ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, റിട്ടയറിംഗ് പാർട്ണർ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സിന്റെയും നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്റെ ബാലൻസ് ചെയ്യാം. 90,000 1 lakh വരും ടോട്ടല്. ഇവിടെയും 1 lakh എന്നൊരു ടോട്ടൽ ചെയ്താ ടു ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ടു ബാലൻസ് ക്യാരി ഡൗൺ അത് ബാലൻസ് ആണ്.
ബാലൻസ് ക്യാരിഡ് എന്ന് പറയുമ്പോൾ 1 lakh 30,400 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 30,400 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 69,600 ആണ് മക്കൾ. ഇതാണ് ഈ സ്പേസിന്റെ പ്രശ്നം. 69,600 ആണ്. ഓക്കെ, എമൗണ്ട് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ചെറുങ്ങനെയാണ് എഴുതുന്നത്. 69,600. ഓക്കെ, ഞാൻ അടുത്ത അതേപോലെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ആളതും ബാലൻസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ആളത് ബാലൻസ് ചെയ്യുമ്പോൾ സീനെ ബാലൻസ് ചെയ്യുമ്പോൾ 34,000 ആണ് ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. 34,000 മൈനസ് 20,000 മൈനസ് 12,160 that is equal to 1840 1840. ഇനി നമ്മൾ പുതിയ പാർട്ട്ണറുടെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്, കാരണം ക്രെഡിറ്റ് സൈഡിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്നത് 20,000 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ ഇടാം 20,000. ഓക്കെ, അങ്ങനെ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റ് വേണം. ഞാൻ തൽക്കാലം കുറച്ച് സ്പേസ് വേണം, അതിനനുസരിച്ച് ചെയ്യാനുള്ള പ്ലാനാണ്. നിങ്ങളെല്ലാം ഒന്ന് സഹകരിച്ചാൽ മതി. ബാലൻസ് ഷീറ്റിന്റെ ഹെഡിങ് ഞാൻ തൽക്കാലം ഒഴിവാക്കി, അതൊന്നും വലിയ പ്രശ്നമല്ല. ടോട്ടലും വലിയ പ്രശ്നമല്ല. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നിട്ട് കാണിക്കും. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നിട്ട് കാണിക്കേണ്ടത് 22,000 ഫസ്റ്റ് പാർട്ട്ണർ 69,600 22,760 നിങ്ങൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നിട്ട് എഴുതിയേക്കല്ല, വെയിറ്റ് ചെയ്യും. അത് വേണ്ട, അത് ലോണിലേക്ക് മാറ്റിയ എമൗണ്ടാണ് 1840. അതേപോലെ നമ്മൾ ബാലൻസ് ചെയ്യാം. ഓക്കെ, പക്ഷെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡി എന്ന് പറയുന്ന പാർട്ട്ണറിന്റെ 20,000 കൊണ്ടുവരണം. കാരണം എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഡിന്റെ ക്യാപിറ്റലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സർ എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഡി എന്ന് പറയുന്ന പാർട്ട്ണർ ഗുഡ്വിൽ 20,000 കൊണ്ടുവരണമായിരുന്നു, പക്ഷെ അത് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ ഡെബിറ്റ് ബാലൻസ് വരുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് തൽക്കാലം വെയിറ്റ്. ഓക്കെ, നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തു. ഓക്കെ, നമ്മളിപ്പോ ആ ഡിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഡി എന്ന് പറയുന്ന പാർട്ട്ണർ ശരിക്കും പറഞ്ഞാൽ 20,000 ഗുഡ്വില്ലിന്റെ പൈസ കൊണ്ടുവരണം. അത് കൊണ്ടുവരാത്തതുകൊണ്ട് ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ ഡെബിറ്റ് ബാലൻസ് ആവുള്ളൂ. സാധാരണ പാർട്ട്ണറിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നത്? ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം, ഇഫ് ഐ എം റൈറ്റ്, 2 lakhs. ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം എന്ന് പറയുന്നത് 2 lakhs. ഓക്കെ, നിങ്ങൾക്കറിയാം 5 ഷെയർ ആണുള്ളത്. 5 ഷെയർ ടോട്ടൽ എന്ന് പറയുന്നത്. 1 ഷെയറിന്റെ എത്രയാണ്? 1 ഷെയറിന്റെ 2 lakh ഡിവൈഡ് ബൈ 5. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 40,000. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാം, അത് 3 പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 3 പാർട്ട്ണർ 2:2:1 ആണ്. അന്നേരം ആൻഡ് ക്യാപിറ്റൽ ഉണ്ടാവേണ്ടത്, ഏണ്ടത് എന്ന് പറഞ്ഞാൽ 40,000 into 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000. ബിന്റെ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടാവേണ്ടത്, സോറി ബി അല്ല, സിന്റെ ക്യാപിറ്റൽ ഉണ്ടാവേണ്ടത് 40,000 into 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 80,000. ഓക്കെ, ഇനി ഡിന്റെ ക്യാപിറ്റൽ ഉണ്ടാവേണ്ടത് 40,000 into 1, that is equal to 40k. ഓക്കെ മക്കൾ, ഇത് ഫോർമുല രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. അതായത് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം 2 lakh തന്നിട്ടുണ്ടെങ്കിൽ എസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 2 lakh into 2/5. ഇനി സിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2 lakh into 2/5. അതേപോലെ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ അതെല്ലാം പഠിക്കുമ്പോൾ ബൈ ഹാർട്ട് ആയിപ്പോ ഫോർമുല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 2 ലക്ഷം ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആഡ് ചെയ്താൽ മതി. 2:2:1 എന്ന് പറയുമ്പോൾ 2 + 2 + 1 എന്ന് പറഞ്ഞാൽ 5. 5 എന്ന് പറഞ്ഞാൽ 2 lakhന് 5 ആണ് ഷെയർ എങ്കിൽ എന്താ ചെയ്യണ്ടേ, ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി 5 കൊണ്ട്. എന്നാൽ ഒരാൾ 40,000 കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5 ഷെയറിന് 2 ലക്ഷം ഉറുപ്പിക ആവും. എന്നാൽ ഒരാൾ എത്ര കൊണ്ടുവരണം, അവരവരെ ഷെയറിന്റെ പൈസ. ഇതാണ് ഇവരെ ക്യാപിറ്റൽ ബാലൻസ് വേണ്ടത്, മനസ്സിലാക്കണേ മക്കളെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, അത് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എമൗണ്ട് കാണിക്കും. ഓക്കെ, എത്ര എമൗണ്ട്? 80,000. ബിന്റെ എമൗണ്ട് കാണിച്ചേക്കല്ല, 80,000. ഇവിടെ എത്ര എമൗണ്ട് വേണ്ടത്? 40,000. ഓക്കെ, ഇതാണ് നമുക്ക് എമൗണ്ട് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്തോ. ഞാൻ അതും പ്രിപ്പയർ ചെയ്തുതരാം. ബാങ്ക് അക്കൗണ്ട് പറഞ്ഞിട്ട് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ബാലൻസ് ബ്രോട്ട് ഡൗൺ 0 ആണ്. ഓക്കെ, നിങ്ങൾ അത് വെയിറ്റ് ചെയ്യും. ബാലൻസ് ബ്രോട്ട് ഡൗൺ എത്രയാണ്? 0 ആണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. നമ്മുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്, ഒരാളെ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ ഉള്ളത് 69,600 ആണ്. അവരെ ക്യാപിറ്റൽ ബാലൻസ് വേണ്ടത് 80,000 ആണ്. 69,600 ആണ് അവരുടെ അടുത്ത് ഉള്ളത്. എത്രയാണ് വേണ്ടത്? 80,000. എന്നിട്ട് അയാൾ കൊണ്ടുവരാൻ വേണ്ട, വിഡ്രോ ചെയ്യാൻ വേണ്ട, കൊണ്ടുവരണം. എത്രയാണ് കൊണ്ടുവരേണ്ടത്? 80,000 മൈനസ് 69,600, അതായത് 10,400 ബൈ ബാങ്ക് ഓർ ക്യാഷ് വാട്ട് എവർ മേ ബി. നിങ്ങൾ അപ്പം തന്നെ അതിന്റെ സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ബാങ്കിന്റെ കൂടെ ആഡ് ചെയ്യുക ചെയ്യാം. ഇവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ജേർണൽ എൻട്രി ആണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യും ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര എമൗണ്ട്? 10,400. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തത്, ഓക്കെ, അത് ഒരാൾ നമ്മൾ ചെയ്യും. ഇങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് അടുത്തടുത്തായിരിക്കും. എനിക്ക് കുറച്ച് സ്ക്രോൾ ചെയ്യേണ്ടി വരുന്നു, അത്രേ ഉള്ളൂ. ഞാൻ വിട്ടുപോയതാ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അടുത്ത എന്താന്ന് വെച്ചാൽ സി എന്ന് പറയുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ ബാലൻസ് ഉള്ളത് 1,840 റുപ്പീസേ ഉള്ളൂ. അവർക്ക് എത്ര വേണ്ടത്? 80,000 റുപ്പീസ്. അതായത് 80,000 റുപ്പീസ് വേണമെങ്കിൽ, ഓക്കെ, 80,000 റുപ്പീസ് വേണമെങ്കിൽ 1,840 ഉണ്ടെങ്കിൽ എത്ര കൊണ്ടുവരണം? മൈനസ് ചെയ്താൽ മതി. എത്ര കൊണ്ടുവരണം? 78,160. എത്രയാണ് കൊണ്ടുവരേണ്ടത്? 78,160. ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 78,160. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കും. ഡി ആയിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ. ഡി എന്താന്ന് വെച്ചാൽ ഒരാൾക്ക് ബാലൻസ് വേണ്ടത്, ഡിക്ക് ബാലൻസ് വേണ്ട എത്രയാന്ന് വെച്ചാൽ 40,000 റുപ്പീസ് ആണ്. എത്ര വേണ്ട ബാലൻസ്? 40,000 റുപ്പീസ്. ഓൾറെഡി അയാൾക്ക് നെഗറ്റീവ് ബാലൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ പറയുന്നത്, എനിക്ക് വേണ്ടത്, ഓക്കെ ശ്രദ്ധിക്കുക, എനിക്ക് വേണ്ടത്, എൻ്റെ കയ്യിൽ വേണ്ടത് ഒരു 40,000 റുപ്പീസ്. എനിക്ക് വേണ്ടത് എത്ര? 40,000 റുപ്പീസ്. പക്ഷെ ഓൾറെഡി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ 40,000 കയ്യിൽ ബാലൻസ് വെക്കണമെങ്കിൽ ഞാൻ ഒരാൾക്ക് ഒരു 20,000 രൂപ കൊടുക്കാനുണ്ട്. എത്ര? 20,000 രൂപ കൊടുക്കാനുണ്ട്. അത് കൊടുത്തതിന് ശേഷം എൻ്റെ 40,000 രൂപ വെക്കണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടാ? ഞാൻ എന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു ലോൺ എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്ത്. എത്രയാണെന്ന് എനിക്കറിയില്ല. വിചാരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ ഒരാൾക്ക് കൊടുക്കാനുള്ള 20,000. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ എൻ്റെ ഈ കടം വീടണം, ഈ 20,000 രൂപ. അത് മാത്രം ആ കടം വീടിയിട്ട് ഒരു 40,000 രൂപ എൻ്റെ കൈമ ക്യാഷ് വേണം. അത്ര പൈസയാണ് എൻ്റെ കയ്യിൽ എന്ത് ചെയ്യേണ്ടത്? ലോൺ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര ലോൺ എടുക്കാൻ? ഞാൻ ഈ 20,000 എടുക്കണം, അതേപോലെ ഈ 40,000 എടുക്കണം. എത്രയാണല്ലോ? 60,000 റുപ്പീസ്. 60,000 റുപ്പീസ്. അത് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലേ? നിങ്ങൾ ജസ്റ്റ് ബാലൻസ് ഫിഗർ ഇവിടെ എന്ത് ചെയ്താൽ മതി? 60K എഴുതിയാൽ മതി. പക്ഷെ എൻ്റെ സ്റ്റുഡൻസ് ഒന്നും അങ്ങനെ ബാലൻസ് ഫിഗർ ഒന്നും എഴുതൂല. നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കിയിട്ടാ പഠിക്കും. അതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, 20,000 ഒരാൾക്ക് കൊടുക്കാനുണ്ട്. എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ 40,000 ബാലൻസും വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ 20,000 വേണം, ഈ 40,000 വേണം. രണ്ടും കൂടി എടുത്തിട്ട് 60,000 ഞാൻ ലോൺ എടുക്കേണ്ടത്. അതായത് അതിന് പകരം ഇവിടെ എന്താ പറയുന്നത്? ഈ 60,000 ഓണർ പാർട്ട്ണർ കൊണ്ടുവരണോ? അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? അതിന്റെ ജേർണൽ എൻട്രി നമ്മൾ എവിടെ പോസ്റ്റ് ചെയ്യാം? ടു ഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡി എത്ര കൊണ്ടുവരണം? 60,000 റുപ്പീസ് ക്യാപിറ്റൽ കൊണ്ടുവരണം. ഓക്കെ സർ, 40,000 അല്ലേ വേണ്ടു? ഓൾറെഡി ഗുഡ്വില്ലിന്റെ പൈസ കൊണ്ടുവരാനുണ്ട്, അതും കൂടി കൊണ്ടുവരണം. എന്നെങ്കിൽ ആ ബാലൻസ് എത്രയാവും? 40,000 ആവും. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കിയാട്ടെ, നിങ്ങളുടെ ബാലൻസ് നല്ല എമൗണ്ട് ഉണ്ട്. ബാങ്ക് ബാലൻസ് നിങ്ങളോട് പറയുന്നത്, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പേ ചെയ്യണം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എത്ര പേ ചെയ്യാനുള്ളത്? 44,000 രൂപ ഉള്ളൂ. എത്രയുള്ളത്? 44,000 രൂപ. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഒരു പൈസ കൊണ്ടുവന്നതിന് എത്ര ഉണ്ട്? 60,000 ഉണ്ട്. നിങ്ങൾക്ക് അറിയാം ഒരു കാര്യം എന്ന് വെച്ചാൽ 44,000 രൂപയിലും ഫുള്ള് കടം വിടാൻ പറ്റും. നിങ്ങൾ കടം വീട് എന്താ ജേർണൽ എൻട്രി? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ബാങ്കിൽ കുറക്കുക. എത്ര എമൗണ്ട് കുറക്കേണ്ടത്? 44,000 ഫുൾ എമൗണ്ട് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ബാങ്ക്, ലെസ് എമൗണ്ട് പെയ്ഡ്. ഓക്കെ, 44,000.
ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 0 ആയി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എന്നല്ല പറയുന്നത്, ബാങ്ക് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ ട്രീറ്റ് ചെയ്യണം ബൈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓക്കെ, 44,000 നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? അതായത് 10,400 പ്ലസ് 78,160 പ്ലസ് 60,000 മൈനസ് 44,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,04,560. നിങ്ങൾ നോക്കിയാട്ടെ, നമുക്ക് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഉണ്ടായിട്ടില്ല. ഓക്കെ, ക്യാഷ് ബാലൻസ് ഓർ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഉണ്ടായിട്ടില്ല. ഇപ്പൊ എമൗണ്ട് വന്ന് ആ എമൗണ്ട് നമ്മൾ ഇവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്, ഞാൻ സ്പേസ് വിട്ടിട്ടില്ല, ഞാൻ തൽക്കാലം ഇവിടെ ബാങ്ക് ബാലൻസ് ഏത് നിങ്ങൾ വൃത്തിക്ക് എഴുതണം. ബാങ്ക് ബാലൻസ് വർക്കിംഗ് നോട്ട് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നമ്പർ നിങ്ങൾ കൊടുത്തു, എത്ര വേണമെങ്കിലും. 1,04,560. മക്കളെ ഞാൻ വിചാരിച്ച് ബാലൻസ് ഉണ്ടാവില്ല എന്നാണ്, ഞാൻ പ്രോബ്ലം ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, കൺസെപ്റ്റ് ആക്കുന്നേ ഉള്ളൂ. 1,04,560 എഴുതി. പിന്നെ നമ്മളിവിടെ ഒരു കാര്യം വിട്ടുപോയി, ക്യാപിറ്റൽ എമൗണ്ട് എഴുതാൻ വിട്ടുപോയി. ക്യാപിറ്റൽ, അപ്പോൾ ക്യാപിറ്റൽ തീർത്തമാണ് നമ്മൾ എഴുതണം, അല്ലെങ്കിൽ വിട്ടുപോകും. ABD, എ എന്ന് പറയുന്നത് 80,000, ബി എന്ന് പറയുന്നത് 80,000, ഡി എന്ന് പറയുന്നത് 40,000. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നമ്മൾ ജസ്റ്റ് ഒരു ബാലൻസ് ചെയ്ത് നമ്മൾ ആൻസർ ടാലി ആവും. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതായത് ഞാൻ തന്നെ ചെയ്യാം. ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 2 lakh ആണ്. 22,760 ആഡ് ചെയ്യുക, 3 lakh ആഡ് ചെയ്യുക, പിന്നെ അതിൻ്റെ കൂടെ 1,70,000 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ACD ആണ്. സോറി, അത് റോങ്ലി ആയിപ്പോയതാണ്. മനുഷ്യനല്ല, ഹ്യൂമൻ, ഇത് കൺസെപ്റ്റ് തെറ്റല്ല, പക്ഷെ ഒരു പേര് തെറ്റ്. ഓക്കെ, വാട്ട് ഓവർ ശരിയാക്കി തന്നെങ്കിൽ താങ്ക് യു. ഓക്കെ, 6,92,760. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ്സ് ആഡ് ചെയ്യുക. ലാൻഡ് 10,000, 1,90,000 ആഡ് ചെയ്യുക, 1,04,000 ആഡ് ചെയ്യുക, 43,000 ആഡ് ചെയ്യുക, 1,30,000 ആഡ് ചെയ്യുക, 1,04,560 ആഡ് ചെയ്യുക. ഓക്കെ, 1,1,1,200 ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 6,92,760. സെയിം ആൻസർ കിട്ടുന്നുണ്ട് മക്കളെ, വെറുതെ ഞാൻ പറയുന്നല്ല, സെയിം ആൻസർ നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, അതും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണാം. ഓക്കെ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും എന്നെ, എനിക്കറിയിപ്പോ. ഓക്കെ.